അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി ഭാരതീയ ഭാഷാ മഞ്ചിന്റെ നാഷണൽ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട എ വിനോദ് അവர்களെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രത്നാകരാം ദൗതപദാം ഹിമാലയ ക്രീഡിനിം ബ്രഹ്മരാജർഷി രത്നാഢ്യാം വന്ദേ ഭാരതമാതരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിവിധ മേഖലകളിലെ പണ്ഡിതരെ, ഭാഷാ ശാസ്ത്രജ്ഞന്മാരെ, ഗവേഷകരായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാവർക്കും സാദര നമസ്കാരം. ഇത്തരത്തിലുള്ളൊരു സദസ്സിന് മുന്നിൽ ഒരു കേന്ദ്ര സർവകലാശാലയിലെ നമ്മുടെ ഭാഷയിലെ ഒരു സെമിനാർ നടക്കുക എന്ന് പറയുന്നതും അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതും വലിയ ഭാഗ്യമാണ്. ഇതിലെത്ര വിദ്യാർത്ഥികൾ മലയാളം മാതൃഭാഷയായിട്ടുള്ള ആൾക്കാരുണ്ട്? ബഹുഭൂരിപക്ഷമുണ്ട്. കോയിപ്പള്ളി സാർ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ ഭാരതീയ ഭാഷകളുടെ പുനരുദ്ധാരണ പ്രവർത്തനം ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു ബഹുഭാഷാ പരിസരത്താണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് കേന്ദ്ര സർവകലാശാലകൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം നൽകി ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഭാരതീയ ഭാഷകളിലെ ഏകീകൃത ശാസ്ത്ര സാങ്കേതിക പദാവലി ഇതൊരു പുതിയ പ്രവർത്തനമല്ല. ഇതിനു മുമ്പ് സംസാരിച്ച രണ്ടു പേരും ഈ കാര്യങ്ങളൊക്കെ സ്പർശിക്കുകയുണ്ടായി. അതിന് ചില ചെറിയ ചെറിയ ബിന്ദുക്കളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 ദിവസത്തെ ശില്പശാല വർക്ക്ഷോപ്പ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു നീണ്ട കാലത്തെ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ഒരു പ്രയോഗം, അതിൻ്റെ പിറകിലൊരു വലിയ കഥയൊക്കെ നമുക്കറിയാം. ഒരു വലിയ ടേൺ, ഒരു തിരിച്ചുവരവ് നടത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റില്ല. നമ്മുടെ വാഹനത്തിൻ്റെ വേഗതയും വളരെ കൂടുതലാണ്. നമുക്ക് അങ്ങനെ വേഗതയിൽ തിരിയുന്ന സമയത്ത് ഫിസിക്സിലൊക്കെ ആൾക്കാർ, ഭൗതികശാസ്ത്രത്തിലെ ആൾക്കാർ പറയും അത് അപകടം കൂടാതെ തിരിയണമെങ്കിൽ ഒരു വലിയ സർക്കംഫറൻസിലൂടെ, ഒരു വലിയ വൃത്തപരിധിയിലൂടെ കറങ്ങി വരണം. ഈ ട്രെയിനൊക്കെ കറങ്ങും നമുക്കറിയാം. നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻറ്റ് നോക്കിയാൽ അത് ഈ നിയമം പാലിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ സാധാരണ പറയും ബൈക്ക് സ്കിഡായി എന്ന് പറയും. അപ്പോൾ നമ്മുടെ വേഗതയ്ക്കനുസരിച്ച് നമുക്ക് സേഫർ ആയിട്ടുള്ളൊരു ടേണിങ്, ഒരു തിരിയൽ സാധ്യമല്ലാതാകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വളരെ സുരക്ഷിതമായിട്ട് തിരിഞ്ഞു വരേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം അത് കേവലം അതിനെക്കുറിച്ച് ചിന്തിച്ച ആൾക്കാർ, പ്രവർത്തിച്ച ആൾക്കാർ കേവലം ഒരു രാജനൈതിക, ഒരു പൊളിറ്റിക്കൽ പവർ ട്രാൻസിഷനായിട്ടല്ല കണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിലെ തന്നെയാണ് അതിൽ പ്രധാനം. നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ സ്വത്വത്തെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കണം. അതിനുള്ള തന്ത്രത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതിന് മുമ്പേ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, ചില പ്രവർത്തനം ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ പല ലേഖനങ്ങളിലും
നമ്മുടെ സർവകലാശാലയെ കേരളത്തിലും ഭാരതത്തിലും പൊതുമണ്ഡലത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്ന അമർ സാറിൻ്റെ ലേഖനങ്ങൾ എപ്പോഴും അത് പറയാറുണ്ട്. 1948 തന്നെ നമുക്കൊരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ടായി. സർവകലാശാല കമ്മീഷൻ എന്ന് പറയുന്നു, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയാറുണ്ട്. അതിലൊരു ചെറിയ കാര്യം, അന്ന് യൂറോപ്യന്മാർ ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചിരുന്ന ഡൗൺവേർഡ് ഫിൽട്ടർ തിയറി നമുക്ക് സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ട് മുകളിൽ മാറ്റം വരുത്താൻ തുടങ്ങാമെന്നായിരുന്നു ആദ്യത്തെ ചിന്ത. താഴെ പ്രായോഗിക തലത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം 1835 സർക്കാർ സംവിധാനത്തിലൂടെ, ബ്രിട്ടീഷ് സർക്കാർ സംവിധാനത്തിലൂടെ തുടങ്ങിയിരുന്നുവെങ്കിലും നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ബാക്കി ഏത് പ്രദേശത്തെ ചരിത്രം എടുത്താലും സ്കൂൾ വിദ്യാഭ്യാസം അത് മാതൃഭാഷയിലായിരുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെർണാങ്കുലർ ഭാഷയിലായിരുന്നു കാര്യമായിട്ട് നടന്നിരുന്നത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മാതൃഭാഷയിലായതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം, ഭാരതീയ ഭാഷയിൽ തന്നെ ആയിരിക്കണം. ഈ ഒരു പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പെട്ടെന്നൊരു യു ടേണിനെ കുറിച്ചുള്ളൊരു ചിന്ത ആ സമയത്തുണ്ടായി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ പറഞ്ഞു, ഭാഷാ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ഭാഷാ സമരങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സ്വത്വബോധ രാഷ്ട്രീയവും എല്ലാം, പിന്നെ ജനാധിപത്യത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ചിന്തയും, ജനങ്ങളുടെ ഭാഷയിൽ ഭരണം നടക്കണം, ജനങ്ങളുടെ ഭാഷയിൽ കാര്യങ്ങൾ വ്യവഹരിക്കണം. അത് നമ്മുടെ മനസ്സിൽ രണ്ട് ചിന്തയുണ്ടായിരുന്നത്. ഭരണഘടനയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഭാരതത്തിലെ മുഴുവൻ ഒരു ഭാഷ കൊണ്ട് ഭരിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ടാണ് 343 വകുപ്പിൽ 2 ഭാഷകളാണ് പറയുന്നുള്ളൂ. ഒന്ന് ഹിന്ദി, നമ്മുടെ ഔദ്യോഗിക പൊതുഭാഷ. അല്പം കാലത്തേക്ക് അതിൻ്റെ ഒരു തുടർച്ച നിലയ്ക്ക് പിന്നീട് 344 10 വർഷം 15 വർഷമൊക്കെയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഇംഗ്ലീഷ് ഭാഷ. പിന്നീട് കൂട്ടിച്ചേർത്ത് ഭാഷകളുടെ ഒരു ഔദ്യോഗിക ഭാഷ, ഒരു പട്ടിക, ഇപ്പോൾ 22 ഭാഷകളിലെത്തി നിൽക്കുന്ന പട്ടികയുണ്ട്. 56 നമുക്കറിയാം ഭാഷാ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു, കേരളമടക്കം. അന്ന് ഇന്നത്തെ അത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രധാന ദാർശനിക ചിന്ത എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഷയിൽ ഭരണം, വിദ്യാഭ്യാസം, നീതി നിർവഹണം, ബാക്കി എല്ലാ മേഖലകളും അത് നടക്കണം. അപ്പോൾ മാത്രമാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിന്ത അതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഏകീകൃത ഭരണവ്യവസ്ഥയിൽ നിന്നും നമ്മുടെ വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലേക്ക്, യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക്, വോട്ടിങ്ങിനപ്പുറം അതൊരു ജീവിത ക്രമത്തിലേക്ക് മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ, ഒരു വികേന്ദ്രീകരണം ആവശ്യമായിരുന്നു. പക്ഷെ നമ്മളതിനിപ്പോഴും വിലയിരുത്തുന്നത് ഒരു സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രകടമായിട്ടും ഉപദേശീയതയുടെ ഭാഗമായിട്ടൊക്കെയാണ്. 56 ഈ ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് 1960 രാഷ്ട്രപതിയുടെ ഒരു വിജ്ഞാപനത്തോടുകൂടി ഭരണഘടനയുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ 2 സ്ഥാപനങ്ങളുണ്ടായി. ഒന്ന് കേന്ദ്ര ഹിന്ദി സംസ്ഥാനം, കേന്ദ്ര രാജ്യഭാഷാ സമിതിയും. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം 1917-18 കാലഘട്ടത്തിൽ ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് വന്ന കാലത്ത് തന്നെ അദ്ദേഹം 14 മുതൽ 18-20 വരെ പൂർണ്ണമായും ഭാരതത്തിലെ സ്വാമി വിവേകാനന്ദനൊക്കെ നടന്നിരുന്ന പോലെ ഭാരത ദർശനം നടത്തുകയായിരുന്നു. ഭാരതത്തിലെ ഭാഷാവൈവിധ്യം അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന രീതിയിലാണ് ഉത്തരപൂർവ പ്രദേശങ്ങൾ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ അത്ര അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ ദക്ഷിണ ഭാരതത്തിലെ യാത്രയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ഭാഷ ഭരണഭാഷയായിട്ട് വരേണ്ടി വരും, അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിലും
ഏറ്റവും ജനങ്ങൾക്ക് സ്വീകാര്യമായൊരു ഭാഷ എന്ന രീതിയിൽ ഹിന്ദി പ്രചാരസഭ ആരംഭിച്ചൊക്കെ നമുക്കറിയാം. അതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ് കേന്ദ്ര സർക്കാർ അന്ന് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര ഹിന്ദി സംസ്ഥാൻ രാജ്യഭാഷ സംസ്ഥാനം രാജ്യഭാഷ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ബോഡി എന്ന് പറയാം. അവിടേക്ക് ഹിന്ദിക്കായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. അതൊരു രീതിയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായി. ഇതിനെയൊക്കെ പരിഹരിക്കണം, അഡ്രസ്സ് ചെയ്യണമെന്ന രീതിയിലാണ് കൊത്താരി കമ്മീഷൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒന്നാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരു ത്രിഭാഷാ സൂത്രം പ്രഖ്യാപിച്ചു. പക്ഷെ ആ ത്രിഭാഷാ സൂത്രവും ദക്ഷിണ ഭാരതത്തിലെ കേരളത്തിലൊക്കെ ഒരു പരിധി വരെ കേരളം, കർണാടകയൊക്കെ നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത സംസ്ഥാനങ്ങളാണ്. തമിഴ്നാട്ടിൽ അതിന് എതിരായിട്ടുള്ള വികാരമാണ് സൃഷ്ടിച്ചത്. അതിനു മുമ്പ് ഹിന്ദി പഠിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഹിന്ദി പ്രചാരസഭയിൽ കൂടെ ഹിന്ദി പഠിച്ചിരുന്ന ആൾക്കാർ ഈ ത്രിഭാഷാ സൂത്രത്തിന് മുമ്പ് തമിഴ്നാട്ടിലായിരുന്നു. എന്നാൽ ഒരു അടിച്ചേൽപ്പിക്കൽ പ്രയോഗം വന്നതോടുകൂടി തമിഴ്നാട്ടിൽ അതിനെതിരെ വികാരം വന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ആന്ധ്രയിലും കർണാടകയിലും അടക്കമുണ്ട്, ആ വികാരമുണ്ട്. അപ്പോൾ അവിടെ ആ സമയത്താണ് ഉത്തര ഭാരതത്തിൽ ഏതെങ്കിലും ദക്ഷിണ ഭാരത ഭാഷകളോ മറ്റു ഭാഷകളോ പഠിക്കണം എന്നുള്ളത് പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തില്ല. 3 ഭാഷ പഠിപ്പിച്ചെങ്കിലും ദക്ഷിണ ഭാരതത്തിലെ ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ ആ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് പറയണോ ശ്രദ്ധിച്ചില്ല എന്ന് പറയണോ എന്ന് നമ്മൾ വിലയിരുത്തണം. നമ്മൾ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാത്തത് തമിഴ്നാട്ടിലാണ് എന്ന് പൊതുവേ പറയും. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും 3 ഭാഷ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റു ഭാഷകൾ ഭാരതത്തിലെ ഈ ഷെഡ്യൂളിൽപ്പെട്ട പട്ടികയിൽപ്പെട്ട ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പഠനം ഭാരതീയ ഭാഷകളിലേക്ക് ആക്കണമെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന അതേ വിഷയം വന്നു. നമുക്ക് ഒരു പൊതുവായുള്ള ശബ്ദാവലി വേണ്ടതുണ്ട്, പ്രത്യേകിച്ചും വൈജ്ഞാനിക രംഗത്തും മാനവിക രംഗം അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര രംഗത്തൊക്കെ. നമ്മളുടെ ഭാഷാ വികാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ 70കൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഭാരതത്തിലെ മിക്ക ഭാഷകളും ഏറ്റവും കൂടുതൽ വികസിച്ചത്. പക്ഷേ ആ വികസനം സാഹിത്യ മേഖലയിൽ ഒതുങ്ങി. ഇപ്പോൾ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞു ശാസ്ത്ര, സാങ്കേതിക ശാസ്ത്ര, മറ്റ് വിഷയങ്ങൾ, മാനവിക വിഷയങ്ങൾ, ഭാഷാ സാഹിത്യത്തിനപ്പുറത്തേക്കുള്ള മേഖലയിൽ നമ്മുടെ ഭാഷകളിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടെ വിളിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ വളരെ ചുരുങ്ങിയ ഒരു സംഖ്യയാണുള്ളത്. കോയിപ്പള്ളി സാറ് പറഞ്ഞു അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ അതിലേക്ക് പേരുകൾ നാമനിർദ്ദേശമായിട്ടോ അല്ലെങ്കിൽ അപേക്ഷയായിട്ടോ വന്ന സംഖ്യ തന്നെ വളരെ ചെറുതായിരുന്നു. അതിൽ ഏറ്റവും വളരെ പരിഗണനയില്ലാത്ത പൊതുവെ മാനവിക വിഷയങ്ങൾ, പൊളിറ്റിക്കൽ സയൻസൊക്കെ ഉപയോഗിക്കുന്ന രംഗത്തുള്ള ആൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഭാഷയുടെ ഒരു മേഖലയിലുള്ള വലിയ വികാസം ഉണ്ടായ സമയത്ത്, ആധുനികവൽക്കരണം ഉണ്ടായ സമയത്ത്, നമ്മുടെ ഏജൻസിയെ പോലുള്ള ശബ്ദങ്ങൾ, നിരവധി ശബ്ദങ്ങൾ നമ്മുടെ ലോകത്തെ മുഴുവൻ ഭാഷകളിൽ നിന്നും സ്വീകരിച്ച് വളർന്ന സമയത്ത് കോയിപ്പള്ളി സാറ് പറഞ്ഞ പോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ പ്രയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വളരെ അരോചകമായിട്ടുള്ള ഒരു ഭാഷാന്തരണത്തിൻ്റെ പിറകിൽ ഒരു തരം യാഥാസ്ഥികവാദം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നിന്നു. അതുകൊണ്ട് ഭാഷയും വികസിച്ചില്ല. പുതിയ ആ രംഗത്ത് ഭാഷകൾ സ്വീകരിച്ചു. ഒന്നുകിൽ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീമായിട്ടാണ് പോയത്, വളരെ അറ്റത്തേക്ക് പോയി, ഒരു വശത്തേക്ക്. നമുക്ക് തനതായ ഭാഷാശൈലികളെ പ്രയോഗിക്കുന്നതിലൊക്കെ നമ്മൾ മാറി. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 68-70 എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകൾക്കും വേണ്ടിയിട്ട് ഭാഷാ അക്കാദമികൾ, ഭാഷാ സമിതികൾ പലതുണ്ടായി. കേരളത്തിൽ നമുക്കറിയാം NV കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കത് തുടങ്ങിയ സമയത്ത് അതിലൊരു വാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്.
ഇംഗ്ലീഷ് വാക്ക് നമ്മൾ സ്വീകരിച്ചു. മറ്റു പല സ്ഥലത്തും ചില സ്ഥലത്ത് ഭാഷാ അക്കാദമി, ഗ്രന്ഥ അക്കാദമി എന്നൊക്കെ പല പേരിലാണ് വന്നത്. എന്താണെങ്കിലും പൊതുവായിട്ടുള്ള ഉദ്ദേശം ഇത്തരത്തിലുള്ള സാങ്കേതിക പദാവലി ഉണ്ടാക്കുകയാണ്. സാങ്കേതിക പദാവലി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ആ രംഗത്തൊരു വിദഗ്ധനല്ല, എങ്കിലും നമ്മൾ തട്ടിത്തടഞ്ഞത് ശബ്ദകോശ നിർമ്മാണവും ശബ്ദാവലി നിർമ്മാണത്തിലും നമ്മൾ ഒരു പരസ്പരം അതിൻ്റെ വ്യത്യാസത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ പണ്ഡിതന്മാർ ഈ സാങ്കേതിക ശബ്ദാവലി ഉണ്ടാക്കിയ സമയത്ത് ഭാഷാശാസ്ത്ര അല്ലെങ്കിൽ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കുറച്ച് മുറുകെ പിടിക്കുകയും വ്യാവഹാരിക തലത്തിൽ നിന്നും നമ്മളത് സ്വീകരിക്കുന്നതിൽ സാമാന്യ ജനത സ്വീകരിച്ചുവെങ്കിലും നേരത്തെ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ നോക്കൂ, നമ്മൾ മാക്സ് ബോക്സിനെ എത്ര സുന്ദരമായിട്ടാണ് മലയാളത്തിലെ ഒരു വാക്കുണ്ടാക്കിയത്. ഞാൻ ഭാഷാ രംഗത്തല്ല, ഞാൻ പഠിച്ചു വളർന്നതും അങ്ങനെയൊക്കെ ഭാഷയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയും തീപ്പെട്ടി എഴുതാൻ പറ്റുമോ? നമ്മളിപ്പോൾ ചിന്തിക്കുക മാച്ച് ബോക്സ് എന്തായിരിക്കും? ഇംഗ്ലീഷിൽ നിന്നാണ് ഉണ്ടായത്. നമുക്ക് തീപ്പെട്ടി ഉണ്ടായിരുന്നത്, തീപ്പെട്ടി കണ്ടുപിടിച്ചത് വിദേശത്താണ്. പക്ഷെ നമ്മൾ എത്ര സുന്ദരമായിട്ടുള്ള ഒരു പദം ഉണ്ടാക്കി. ഒരു ഭാഷാ പണ്ഡിതനും ഇരുന്നിട്ടല്ല, അത് ജനങ്ങൾ അത് കണ്ട് ഉപയോഗിച്ച ആൾ എന്താണ് ഈ സാധനം ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ പെട്ടിക്കകത്ത് നിന്നും എടുത്ത് കോലെടുത്ത് പുറത്ത് ഉരയ്ക്കുമ്പോൾ തീ ഉണ്ടാകുന്നു. അപ്പോൾ തീയുള്ള പെട്ടി, തീ അതിൻ്റെ ഉള്ളിലുണ്ട്. സുന്ദരമായിട്ടാണ് ആ വ്യാവഹാരിക അർത്ഥത്തിൽ അത് വന്നത്. തീവണ്ടിയും അങ്ങനെയാണ് വന്നത്. എനിക്ക് തോന്നുന്നു റാന്തൽ അങ്ങനെയാണ് വന്നത്. ആ കാലഘട്ടത്തിൽ നിരവധി ശബ്ദങ്ങൾ, ഒരു വസ്തു എവിടെ നിന്നാണോ വന്നത് അതിൻ്റെ പ്രായോഗിക തലത്തിൽ നിന്നും അത് നമ്മൾ സ്വാധീനിക്കുന്നതിൽ നിന്നും അതിൻ്റെ വാക്ക് നമ്മൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട് നമ്മുടെ സ്വിച്ചിന്, ഇലക്ട്രിക് സ്വിച്ചിന് ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം ഇങ്ങനെയൊന്നും പോയി കളിയാക്കേണ്ട ആവശ്യമില്ല. അതിന് സ്വിച്ചൊന്ന് സ്വീകരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് സമാനമായിട്ട് വളരെ ലളിതമായിട്ട് വൈദ്യുത നിയന്ത്രകം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല വേണമെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളൊരു തരത്തിലുള്ള ചില സ്ഥലത്ത് വളരെ ലിബറലായിട്ട് നമ്മൾ പോയി, മറുവശത്ത് നമ്മൾ ഒരു യാഥാസ്ഥിക മനോഭാവം ഉണ്ടാക്കി. അതിന് പ്രധാന കാരണം ഈ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അത് 1965 കൊത്താരി കമ്മീഷനാണെങ്കിലും തുടർന്ന് വന്ന വിദ്യാഭ്യാസ നയമൊക്കെ ആണെങ്കിലും പണ്ഡിതന്മാർ മാത്രം ചർച്ച ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹത്തിലെ വ്യത്യസ്ത ആൾക്കാരും എല്ലാം ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലിരുന്ന് ചർച്ച ചെയ്ത് അവിടുന്ന് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ആയതുകൊണ്ടാണ് ഇവിടെ ഈ നടക്കുന്ന 2 ദിവസത്തെ വർക്ക്ഷോപ്പിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, നമ്മളിതൊക്കെ ആദ്യം 70കളിൽ തുടങ്ങി 86 രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ വീണ്ടും ആവർത്തിച്ചെങ്കിലും 90കൾക്ക് ശേഷമാണ് ഭാരതീയ ഭാഷകൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. ഈ ഭാഷാ പണ്ഡിതന്മാർ, അത് ഫിസിക്സ് അധ്യാപനാണെങ്കിലും കെമിസ്ട്രി അധ്യാപനാണെങ്കിലും MBBS ഡോക്ടറാണെങ്കിലും എല്ലാവരും പഠിച്ചത്, ഇപ്പോൾ ആൾക്കാർ പഠിച്ചത്, അവരുടെ ഒരു പ്രൊഫസർമാരായ ആൾക്കാർ, സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ചത് മാതൃഭാഷയിലാണ്. എൻ്റെ മോനിപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ ക്ലാസ്സിൽ എത്ര ആൾക്കാർ മാതൃഭാഷയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നവരുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ കോളേജിൽ പിന്നെ കോൺവൊക്കേഷൻ്റെ സമയത്താണ് പോയത്. അപ്പോൾ ഞാൻ അവരുടെ HODയോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, പക്ഷേ ഇവൻ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് കൈകാര്യം ചെയ്യുന്നതിൽ? അപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞത്, എൻ്റെ അനുഭവം കൊണ്ട് ഞാനടക്കം ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ അങ്ങനെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിൽ ഇയാൾ വളരെയധികം പ്രാമുഖ്യമുണ്ട്. മാത്രമല്ല മറ്റു വിദ്യാർത്ഥികളുടെ ഉള്ളിൽ വളരെ ഇടപഴകി ജീവിക്കുന്നതിലും ഇവന് പ്രത്യേക സ്വഭാവം കാണിക്കുന്നു. ഇത് രണ്ടും സ്വാഭാവികമായിട്ടൊരു വ്യക്തിയിൽ മാതൃഭാഷ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഇവിടെ പരിചയപ്പെടുത്തിയ സമയത്ത് ഭാഷ കേവലം ആശയ സംവാദനത്തിൻ്റെ
മാധ്യമമല്ലെന്നും അതൊരു സംസ്കാരത്തിൻ്റെ വാഹനം കൂടിയാണെന്നും പറഞ്ഞതായിട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം ഈ മാതൃഭാഷയിലൂടെ വരുന്നതാണ്. മിംഗ്ലിങ്, എല്ലാവരോടും ഇടപഴകുന്ന സ്വഭാവം കൂടി ആ പ്രൊഫസർ നോട്ടീസ് ചെയ്യുക, അവർ ശ്രദ്ധിച്ചത്. അപ്പം ഞാനിതാ പറയുന്നത്, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2020 നമ്മുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ഭാഷാ മാധ്യമ പഠനം അതിനെക്കുറിച്ച് നടന്ന ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ മാതൃഭാഷയിൽ നിന്നും പുറകോട്ട് പോകുന്ന ഭാഷ അത് മലയാളമാണ്. -28% 16 മുതൽ 20 വരെയുള്ള 15 മുതൽ 20 5 വർഷ കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ചു. ഭാരതത്തിൽ തമിഴ്നാട്ടിൽ 17%, ആന്ധ്രയിൽ 17%, ബാക്കി എല്ലാ അന്യഭാഷകളും ഹിന്ദി അല്ലാത്ത ഭാഷകളിലൊക്കെ നെഗറ്റീവ് കാണിച്ചു. ഹിന്ദി മാത്രമാണ് പോസിറ്റീവ് കാണിച്ചത്. അതൊരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുടെ സ്വാധീനമൊക്കെ ആയിരിക്കാം. പക്ഷേ പൊതുവെ മാതൃഭാഷാ മാധ്യമത്തിലുള്ള പഠനത്തിന് ദേശീയ തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിൽ കേരളത്തിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ തുടർന്ന് ഉള്ള എല്ലാ തലത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചോദിച്ചാൽ ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ ഭാഷയിലല്ല. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന മത്സര പരീക്ഷകളും പ്രവേശന പരീക്ഷകളും നമ്മുടെ ഭാഷയിലല്ല. ഇങ്ങനെ നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. അപ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ അതിലൂടെ വന്ന് ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ഏത് മാധ്യമത്തിലും, അതായത് നമ്മൾ ത്രിഭാഷാ പദ്ധതി കേരളത്തിലെ ഹിന്ദിയും ഇംഗ്ലീഷും കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒരു ചോദ്യപേപ്പർ കിട്ടിയാൽ അതിന് മനസ്സിലാക്കി ഉത്തരം എഴുതാനുള്ള ഭാഷാ നൈപുണ്യം നേടുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ഗുണപരമായി പിന്നോട്ടടിച്ചതാണ് അതിൻ്റെ പ്രധാന കാരണം. പണ്ടത്തെ ആൾക്കാരോട് പറയുമ്പോൾ അവർ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പ്രീ ഡിഗ്രിക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മാസം ഒരു പക്ഷേ അവർ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന സമയത്ത് അല്പം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഒരു മാസത്തിന് ശേഷം അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നല്ലോ, വരാൻ തുടങ്ങിയ സമയത്ത് തന്നെ വലിയ വ്യത്യാസമുണ്ടായി എന്ന് അനുഭവപ്പെടുന്നില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 2 പേരാണ്, 60 പേരിൽ 2 പേരാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നത്. ആദ്യത്തെ ഒരാഴ്ചയിൽ 2 ആഴ്ചയൊക്കെ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ നമ്മളിങ്ങനെ അന്താളിച്ച് നിന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്ക് അവർ പറയുന്നതും നമ്മൾ പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നും പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അന്ന് ഭാഷാ പഠനത്തിന് ഭാഷ എന്ന രീതിയിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്ന് മാധ്യമം എന്ന രീതിയിലേക്ക് മാറ്റിയപ്പോൾ ശരിക്കും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ചില നിയമങ്ങളൊക്കെ തീരൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലെ പാഠപുസ്തകങ്ങളും ഉന്നത മേഖലയിലേക്കുള്ള പ്രവേശന പരീക്ഷകളൊക്കെ എല്ലാ ഭാഷയിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ തർജ്ജമയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ തർജ്ജമ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് ആ തർജ്ജമ വരുന്നത് എന്നിപ്പോൾ നേരത്തെ കോയിപ്പള്ളി സാർ പറഞ്ഞു. അത് ചോദ്യപേപ്പർ ഉണ്ടാകുന്ന സമയത്ത് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും വളരെ തെറ്റായ അർത്ഥം ആണ് കുട്ടിക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലം കൂടിയാണ്. അത് മെഷീൻ ട്രാൻസ്ലേഷൻ ആണെങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യൻ സ്വയം അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഔദ്യോഗിക പദാവലികൾ, സാങ്കേതിക പദാവലികൾ, ആ പദാവലികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് സംവേദനക്ഷമമല്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനവും മിഷനും അതുപോലെ തന്നെ മനുഷ്യനും ആധുനിക കാലഘട്ടത്തിന് വളരെ യോജിക്കുന്ന രീതിയിൽ നമുക്കെങ്ങനെ പദാവലികൾ സൃഷ്ടിക്കാം. മിഷൻ ട്രാൻസ്ലേഷൻ നടത്തണമെങ്കിൽ അവിടെ വലിയൊരു പദാവലിയുടെ ഒരു ഡേറ്റ ആ സംവിധാനത്തിലുണ്ടാകണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഈ സാങ്കേതിക പദാവലികളുടെ ഏകീകരണം എന്നതല്ല പ്രധാന പ്രശ്നം. ഭാരതീയ ഭാഷകളുടെ ഏകാത്മയും സാമീപ്യവും പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഷാ പ്രയോഗത്തിൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷാ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും.
അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ട് 2-3 വാക്കുകൾ, ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ ഒരു വാക്കിന്, ഒരു ശബ്ദത്തിന്, ഒരർത്ഥത്തിന് എത്ര ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു പര്യായം എന്ന് പറഞ്ഞുകൊണ്ട്. പണ്ട് ഭാഷാ സാഹിത്യം പഠിച്ച സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്ന ഈ പര്യായ പദങ്ങളാണ്, സമാന അർത്ഥങ്ങളാണ്. അപ്പം അതുകൊണ്ടായിരുന്നു നമ്മുടെ കാവ്യ സാഹിത്യത്തെ അതിൻ്റെ അർത്ഥം കൊണ്ടും അലങ്കാരം കൊണ്ടും സൗന്ദര്യവൽക്കരിച്ചത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മറ്റു സബ്ജക്റ്റുകൾ, വിഷയങ്ങളിൽ വ്യത്യസ്തമായ പദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാനാർത്ഥം എന്ന രീതിയിൽ, അതുപോലെ തന്നെ പര്യായം ആയിട്ടും പ്രയോഗിച്ചുകൊണ്ട് സാങ്കേതിക പദാവലിയുടെ രംഗത്തും നമുക്ക് ഒന്നിൽ കൂടുതൽ പദങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലും അതിന് സമാന അർത്ഥം വരുന്നു. സൂര്യന് സൂര്യൻ എന്ന ഒരു സ്ഥലത്ത് പ്രയോഗിക്കുന്നു, ചില സ്ഥലത്ത് ഭാസ്കരൻ എന്ന അർത്ഥം പ്രയോഗിക്കുന്നു, അല്ലേ? മലയാളത്തിൽ അങ്ങനെ നിരവധി വാക്കുകളുണ്ട് ഒരേ അർത്ഥം വരുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ചിന്തയിലൂടെ ഭാരതത്തിലെ എല്ലാ ഭാഷ മാത്രമല്ല ലോകത്തിൽ തന്നെ പല ഭാഷകളെയും സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വിഷൻ, ഒരു ദർശനം തന്നെ ഇവിടെ എത്തിക്കാൻ സാധിക്കുമോ? ഇത് നമ്മുടെ മറ്റെല്ലാ സാഹിത്യ രംഗത്തെന്ന പോലെ തന്നെ ഈ സാങ്കേതിക, വൈജ്ഞാനിക, മാനവിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സാങ്കേതിക പദാവലിയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഇതിന് നമ്മുടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള പരിസരങ്ങൾ, ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ വരുന്നു, പല ഭാഷകൾ വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് തമിഴ് പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സില്ല, അധ്യാപകനില്ല. തമിഴ്നാട്ടിൽ അധ്യാപകരുണ്ട് എന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഡീന് കൂടിയായ കോയിപ്പള്ളി സാറിൻ്റെ മുന്നിൽ ഇവിടുത്തെ നിരവധി കുട്ടികളുടെയും കൂടി ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്ത ഭാഷാ പ്രദേശങ്ങളിൽ വരുന്ന കുട്ടികളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അനൗപചാരികമായിട്ട് വ്യത്യസ്ത ഭാഷകൾ പഠിക്കാൻ സാധിക്കുന്ന, ഇവിടെ ഒരു 13-14 ഭാഷാ സമൂഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഭാഷാ ക്ഷേത്രങ്ങളിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് 3 വർഷമോ 5 വർഷമോ അല്ലെങ്കിൽ ഗവേഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുട്ടികൾ ഒരു ബഹുഭാഷാ പണ്ഡിതരായിട്ട് നമുക്ക് അനൗപചാരികമായുള്ള സംവിധാനത്തിലൂടെ പറഞ്ഞു വിടാൻ സാധിക്കില്ലേ? ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് മലയാളമാണ്, കേരളമാണ്, അന്യ സംസ്ഥാനത്തിലുള്ള കുട്ടികളുണ്ട്, അവർക്ക് മലയാളം അറിയോ സംശയമൊക്കെ ഉള്ളത്. ഞാൻ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിൽ പോയ എനിക്കൊരു സംശയമില്ല അവിടെ പോയിട്ട് ഹിന്ദി സംസാരിക്കാൻ. അവിടെ മലയാളി കുട്ടിയുണ്ട്, തമിഴ് കുട്ടിയുണ്ട്, ഒഡിയ കുട്ടിയുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത എല്ലാ ഭാഷയിലുള്ള കുട്ടികളുണ്ടാവും. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് അവിടുത്തെ ഒരു അന്തരീക്ഷത്തിനുള്ള കുട്ടികൾ എല്ലാവരും കുറേശ്ശെ ഹിന്ദി പഠിക്കുന്നു. 1 മാസത്തിനകം. തമിഴ്നാട്ടിൽ ഇത് കുറവാണ്. തമിഴ്നാട്ടിൽ തമിഴ് പഠിക്കുന്നത് പോലും കുറവാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ അനൗപചാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവായിട്ടുള്ള, എല്ലാവരും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയാകുന്ന സമയത്താണ് ഈ ശബ്ദാവലിയാണ്, ശബ്ദകോശമല്ല, നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ആ രീതിയിൽ നമുക്ക് അതിനൊരു കൃത്യമായ ഒരു ദിശ ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 70കളിലെ നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിലൊരു പരാജയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പണ്ഡിത സമൂഹം, ഒരു ചെറിയ സമൂഹമാണ് അതിൽ ഇൻവോൾവ് ചെയ്തത്. രണ്ടാമതൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, നമ്മുടെ യുവ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെ ഒരു ദേശീയ ബോധത്തിന്, ഒരു ഭാരതം എന്നൊരു ഐഡൻറ്റിറ്റി അടിസ്ഥാനത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ നയിച്ചത് ഞാൻ പഠിച്ച് നന്നായാലും എൻ്റെ ഒരു ജീവിതം, എൻ്റെ കരിയറിന് എനിക്കിവിടെ സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോകേണ്ടി വരും. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു നേരത്തെ 20 പ്രമുഖ രാജ്യങ്ങളെക്കുറിച്ച്, അവരുടെ പ്രമുഖ ഭാഷ, വ്യത്യസ്ത ഭാഷയുള്ള രാജ്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും നമ്മൾ മുഴുവൻ ഫോക്കസ് ചെയ്തത് ഇംഗ്ലീഷ് ആധിപത്യമുള്ള ഇംഗ്ലണ്ടാകാം, അമേരിക്കയാകാം, കാനഡയാകാം, ഓസ്ട്രേലിയയാകാം, ഈ പ്രദേശങ്ങളിലെ ജോലി അല്ലെങ്കിൽ ഗവേഷണം, അധ്യാപനം, ഇതാണ് നമ്മളെ
ആകർഷിച്ച കാര്യങ്ങൾ. നമുക്ക് ഭാരതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, ഭാരതം ഒരു വികസിത രാജ്യമായി മാറും എന്നുള്ള ചിന്ത നമ്മളെ സ്വാധീനിച്ചിരുന്നു. നമുക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ലോകം മുഴുവൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു എക്കണോമിക് മേഖലയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു സാമ്പത്തിക രംഗത്ത് നമ്മൾ 4-ാം സ്ഥാനത്തെത്തി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു, സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിലെ സാമ്പത്തിക സംവിധാനത്തെ നിയന്ത്രിച്ച മൾട്ടി നാഷണൽ കമ്പനികളെക്കാൾ മൾട്ടി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന വികേന്ദ്രീകൃത സംവിധാനം, ലോക്കൽ ടു വോക്കലൈസ് ചെയ്യുന്ന സംവിധാനമാണ് വിജയപ്രദമാകുന്ന സംവിധാനം എന്നൊക്കെയുള്ള ഒരു ചിന്തയും ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടിയാണ് ഈ സമയത്ത് ഇതിലെ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഇത്തരം സർവകലാശാലയുടെ പാർട്ടിസിപ്പേഷൻ. പോളിസി മാത്രമാണ് സർക്കാർ ചെയ്തത്. അതിനുശേഷം 2 സമിതി മാത്രം അവരുണ്ടാക്കി. ഒരു ഭാരതീയ ഭാഷാ സമിതിയും ഒരു ഭാരതീയ ജ്ഞാന പരമ്പര വിഭാഗവും വ്യവസ്ഥാ വിഭാഗവും. രണ്ടും സ്വതന്ത്രമാണ്. ഇവർ പ്രവർത്തിക്കുന്നത് എല്ലാം സർവകലാശാലകളുടെ കൂടെയാണ്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. അവരതിൻ്റെ ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ്. അവരൊരു തീരുമാനം എടുക്കുന്നില്ല. ഭാരതീയ ഭാഷാ സമിതി ഒരു തീരുമാനം എടുക്കാറില്ല. ഭാരതീയ ജ്ഞാന പരമ്പരയുടെ വിഭാഗം ഒരു തീരുമാനം എടുക്കാറില്ല. ചില സാഹചര്യങ്ങൾ, ചില സാധ്യതകൾ മുന്നിൽ വെക്കുന്നു. നമ്മുടെ സർവകലാശാല അത് ഏറ്റെടുക്കുന്നു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പങ്കാളിത്ത പ്രവർത്തനത്തിലൂടെ കുറച്ച് വലിയ വൈഡറായിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്, ഒരു ഷാർപ്പ് എയർപിൻ വളവിന് പകരം കുറച്ച് വളഞ്ഞ് നമുക്ക് നമ്മുടെ വിമാനങ്ങളൊക്കെ കറങ്ങി വരുന്നത് പോലെ നമുക്ക് കറങ്ങി വന്നാൽ ഈ വിഷയം വളരെ സക്സസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകർക്കുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഈ മുഴുവൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയും അക്കാദമിക് കാര്യങ്ങൾ നോക്കുന്ന കോയിപ്പള്ളി സാറ്, ഇവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തിലെ തനത് വിജ്ഞാനങ്ങളെ, ഫോക്ലോർ എന്നൊക്കെ പറഞ്ഞാൽ അത് കലയിലാണെങ്കിലും മറ്റു മേഖലയിലേക്കുള്ള വിജ്ഞാനത്തെ ലോകത്തേക്ക് എത്തിക്കുന്നത് വലിയ പങ്ക് വഹിച്ചുള്ള രാഘവൻ സാറ്, ഇവരൊക്കെയുള്ള ഈ ഒരു സാന്നിധ്യത്തിൽ നിങ്ങൾക്കത് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.